വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PYQ 2024-25 തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാങ്കിങ് ക്വസ്റ്റ്യൻസ് കുറച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ബാക്കി ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ കോപ്പറേറ്റീവ് ലോയുടെ കോഴ്സ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നമ്മുടെ മെറ്റീരിയൽസ് റെഫർ ചെയ്യണം എന്നുള്ളവരും കോപ്പറേറ്റീവിലോ വിശദമായിട്ട് പഠിക്കണം എന്നുള്ള കുട്ടികളും എന്ത് ചെയ്യുക, ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്കിങ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 831 ക്വസ്റ്റ്യൻ ആണ്. 1/2024 നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഈസ് എ വാർണിംഗ് ടു. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് പലതരത്തിലുണ്ട്. അപ്പോൾ നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്ങിനെ കുറിച്ച് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് വാർണിംഗ് ടു ആർക്കാണ് വാർണിംഗ് കൊടുക്കുന്നത്? പേയിങ് ബാങ്കർക്കാണോ, ഹോൾഡർക്കാണോ, കളക്ടിങ് ബാങ്കർക്കാണോ, അതോ ബോത്ത് A ആൻഡ് B ആണോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു ടൈപ്പ് ഓഫ് ക്രോസിംഗ് ആണ് അല്ലേ. ഇവിടെ ഇത് ചെക്കിൻ്റെ നെഗോഷ്യബിലിറ്റീനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഓൺ എ ചെക്ക് റെസ്ട്രിക്ട്സ് ഇറ്റ്സ് നെഗോഷ്യബിലിറ്റി. കാരണം പിന്നെ വീണ്ടും നെഗോഷിയേറ്റ് ചെയ്യാൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷേ എന്നിരുന്നാലും നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്നെഴുതിയ ഒരു ചെക്ക് അല്ലെങ്കിൽ എന്നെഴുതിയ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ നെഗോഷ്യബിലിറ്റി അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ട്രാൻസ്ഫറബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ട്രാൻസ്ഫറബിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും സെക്ഷൻ 131 പറയുന്നുണ്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ചെയ്ത ചെക്ക് കിട്ടുന്ന വ്യക്തി ഉണ്ടല്ലോ അവർക്ക് ബെറ്റർ ടൈറ്റിൽ കിട്ടില്ല എന്ന്. ബെറ്റർ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഉത്തമ വിശ്വാസത്തോടു കൂടിയുള്ള ഉടമസ്ഥാവകാശം അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് സെക്യൂരിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഈ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് നെഗോഷ്യബിലിറ്റീനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, എന്നാൽ ഇറ്റ് ഡസ് നോട്ട് എഫക്റ്റ് ദ ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ചെയ്യാം പക്ഷേ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 131 പ്രകാരം നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ചെയ്യപ്പെട്ട ചെക്കുകൾ ദ പേഴ്സൺ റിസീവിങ് ഇറ്റ് കനോട്ട് ഗെറ്റ് എ ബെറ്റർ ടൈറ്റിൽ. ഓക്കെ, ബെറ്റർ ടൈറ്റിൽ ഓണർഷിപ്പ് റൈറ്റ്സ് കിട്ടില്ല ദാൻ ദ പേഴ്സൺ ഹൂ ഗേവ് ഇറ്റ് ടു ദം. അതായത് തന്ന ആൾക്ക് ഉള്ള അത്രയും ബെനഫിറ്റ് എന്തില്ല, പിന്നെ രണ്ടാമത് റിസീവ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ വാർണിംഗ് ടു ദ ഹോൾഡർ. ഇതൊരു ഹോൾഡർക്കുള്ള വാർണിംഗ് ആണ്. എൻഡോഴ്സി, പേയി മൂന്നാൾക്കുള്ള വാർണിംഗ് ആണ് കേട്ടോ. ഹോൾഡർക്കാവാം, എൻഡോസിക്കാവാം, പേയ്ക്കാവാം, മൂന്നാളും സെയിം പേഴ്സണും ആവാം. ഓക്കെ, അപ്പം നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഈസ് എ വാർണിംഗ് ടു എന്ന് ചോദിച്ച ചോദ്യം അതാണല്ലോ. വാർണിംഗ് ടു ദ ഹോൾഡർ ആണ് കേട്ടോ. ഹോൾഡർ ആവാം, ചിലപ്പോൾ എൻഡോസി എന്നാവാം തന്നിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ എൻഡോസി എന്ന് തന്ന എൻഡോസിനെ സെലക്ട് ചെയ്യുക. പേയി എന്നാണ് തന്നിട്ടുള്ളെങ്കിൽ പേയിനെ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ക്രോസിംഗ് ഗീവ്സ് പ്രൊട്ടക്ഷൻ ടു ദ ട്രൂ ഓണർ ഓഫ് ദ ചെക്ക്. ആരാണോ ഈ ഒരു ചെക്കിൻ്റെ ട്രൂ ഓണർ അവർക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ നൽകുന്ന തരത്തിൽ ഉള്ള ഒരു ക്രോസിംഗ് ആണ് ഈ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്. അതുകൊണ്ട് തന്നെ ഇത് മോസ്റ്റ് സേഫസ്റ്റ് ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്താണ്? ഇറ്റ് റെസ്ട്രിക്ട്സ് നെഗോഷ്യബിലിറ്റി, പക്ഷേ ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ ട്രാൻസ്ഫറബിലിറ്റി. പക്ഷേ സെക്ഷൻ 130 പ്രകാരം NA ആക്ടിലെ 1881 130 പ്രകാരം പറയുന്നുണ്ട്, നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഓൺ എ ചെക്ക് മീനിങ് ദ പേഴ്സൺ റിസീവിങ് ഇറ്റ് കനോട്ട് ഗെറ്റ് എ ബെറ്റർ ടൈറ്റിൽ. ഓണർഷിപ്പ് റൈറ്റ്സ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ വാർണിംഗ് ടു ദ ഹോൾഡർ, എൻഡോസി, പേയി. ദിസ് ടൈപ്പ് ഓഫ് ക്രോസിംഗ് ഗീവ്സ് പ്രൊട്ടക്ഷൻ ടു ദ ട്രൂ ഓണർ ഓഫ് ദ ചെക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ നന്നായി പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മിറ്റി റെക്കമെൻഡഡ് ടു ഫോം എ ന്യൂ കാറ്റഗറി ഓഫ് ബാങ്ക്സ് കോൾഡ് പേയ്മെൻറ്റ് ബാങ്ക്സ്. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്ക് ഡിഫറൻഷിയേറ്റ് ബാങ്കുകൾ എന്നുള്ള ഒരു കൺസെപ്റ്റിലുള്ളതാണ് പേയ്മെൻറ്റ് ബാങ്ക് കേട്ടോ. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ, ഉപകാരപ്പെടും. അപ്പോൾ ഈ പേയ്മെൻറ്റ് ബാങ്കുകൾ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണ്? ഗാഡ്ഗിലാണോ, PJ നായക്കാണോ, നച്ചിക്കത് മോറാണോ, ML ദന്തുവാലയാണോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നച്ചിക്കത് മോർ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനാണ് എന്ത്? പേയ്മെൻറ്റ് ബാങ്ക്. പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്ത് വയ്ക്കാവുന്നത് നച്ചിക്കത് മോർ കമ്മിറ്റിയാണ്. കമ്മിറ്റിയുടെ പേരും ചോദിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഗാഡ്ഗിൽ കമ്മിറ്റി നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ ഫിനാൻസ് സബ് കമ്മിറ്റിയാണ് 1945 DR ഗാഡ്ഗിൽ
ചെയർ ചെയ്തപ്പെട്ടിട്ടുള്ള ആ ഒരു കമ്മിറ്റി. അതാണ് ഗാഡ്ഗിൽ കമ്മിറ്റി, അഗ്രികൾച്ചറൽ ഫിനാൻസ് സബ് കമ്മിറ്റി 1945. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് PJ നായക് കമ്മിറ്റിയാണ്. PJ നായക് കമ്മിറ്റി RBI ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. കമ്മിറ്റി ടു റിവ്യൂ ദ ഗവേണൻസ് ഓഫ് ബോർഡ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ബാങ്കുകളിലെ ബോർഡ് ഗവേണൻസുമായി ബന്ധപ്പെട്ട് റിവ്യൂ നടത്താൻ വേണ്ടിയിട്ടാണ് RBI ആരെ എസ്റ്റാബ്ലിഷ് ചെയ്തത്? PJ നായക് കമ്മിറ്റി തുടങ്ങിയത് കേട്ടോ. അതുകൊണ്ട് റിസർവ് ബാങ്ക് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. PJ നായക് കമ്മിറ്റി എന്തായിരുന്നു? അവരുടെ ഹെഡിങ് എന്ന് വെച്ചാൽ കമ്മിറ്റി ടു റിവ്യൂ, അവരുടെ ഒബ്ജക്റ്റീവ് കമ്മിറ്റി ടു റിവ്യൂ ഗവേണൻസ് ഓഫ് ബോർഡ്സ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഓക്കെ, ടു എക്സാമിൻ ദ ഗവേണൻസ് ഓഫ് ബാങ്ക് ബോർഡ്സ് ഇൻ ഇന്ത്യ. വർഷം നോക്കുകയാണെങ്കിൽ ജാനുവരി 2014 ആണ്. ഓക്കെ, അത്രയും പഠിക്കാം കേട്ടോ. അഗ്രികൾച്ചറൽ ഫിനാൻസ് സബ് കമ്മിറ്റി ചെയർഡ് ബൈ പ്രൊഫസർ DR ഗാഡ്ഗിൽ 1945. PJ നായക് കമ്മിറ്റി ടു റിവ്യൂ ഗവേണൻസ് ഓഫ് ബോർഡ്സ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ജാനുവരി 2014 RBI അപ്പോയിൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ, രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി. ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഈ PJ നായക്കാണ് കേട്ടോ. ഇറ്റ് റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013 ആസ് എ കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ആയിട്ട് ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ട് കമ്പനി ഫോർമേഷൻ ചെയ്ത് അവർക്ക് വേണമെന്ത് ബാങ്കിൻ്റെയൊക്കെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ വന്നു. പിന്നെ അതുപോലെ തന്നെ ബാങ്ക് ബോർഡ്സ് ബ്യൂറോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റും കൊണ്ടുവന്നത് ഈ PJ നായക്കാണ് കേട്ടോ. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. പ്രധാനപ്പെട്ട രണ്ട് റെക്കമെൻഡേഷൻ ഉള്ളത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബാങ്ക് ബോർഡ്സ് ബ്യൂറോ. ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ദന്തുവാല കമ്മിറ്റിയാണ്. ദന്തുവാല കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ആണ് ML ദന്തുവാല. ML ദന്തുവാലേനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ML ദന്തുവാല കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഏതാ വർഷം? 1966 ആണ് വർഷം കേട്ടോ. 1966 ടു റിവ്യൂ ദ എക്സിസ്റ്റിംഗ് പാറ്റേൺസ് ഓഫ് കോപ്പറേറ്റീവ് മാർക്കറ്റിങ്ങിൻ്റെ പാറ്റേൺസിൽ ഒരു റിവ്യൂ നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു കമ്മിറ്റീനെ കൊണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ML ദന്തുവാല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്തു 1966 ടു റിവ്യൂ ദ എക്സിസ്റ്റിംഗ് പാറ്റേൺസ് ഓഫ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. പിന്നെ PJ നായക് കമ്മിറ്റി ടു റിവ്യൂ ഗവേണൻസ് ഓഫ് ബോർഡ്സ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ജനുവരി 2014. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഗ്രികൾച്ചറൽ ഫിനാൻസ് കമ്മിറ്റി 1945 ചെയർഡ് ബൈ DR ഗാഡ്ഗിൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആൻസറായി വന്നിട്ടുള്ള നച്ചികേത് മോറാണ്. ദ കമ്മിറ്റി ഓൺ കോംപ്രിഹെൻസീവ് ഫിനാൻഷ്യൽ സർവീസസ് ഫോർ സ്മോൾ ബിസിനസ്സസ് ആൻഡ് ലോ ഇൻകം ഹൗസ് ഹോൾഡ്സ്. ഇതങ്ങനെ പഠിക്കണം. ഇതാണ് ആ കമ്മിറ്റിയുടെ പേരെന്ന് പറയണം കേട്ടോ. കമ്മിറ്റിയുടെ പേര് പറഞ്ഞാൽ അതാണ്. ദ കമ്മിറ്റി ഓൺ കോംപ്രിഹെൻസീവ് ഫിനാൻഷ്യൽ സർവീസസ് ഫോർ സ്മോൾ ബിസിനസ്സസ് ആൻഡ് ലോ ഇൻകം ഹൗസ് ഹോൾഡ്സ്. അതാണ് നച്ചികേത് മോർ. സബ്മിറ്റഡ് ഇറ്റ്സ് ഫൈനൽ റിപ്പോർട്ട് December 31, 2013 എന്ത് ചെയ്യുന്നത്? ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. RBI അപ്പോയിൻറ്റ് ചെയ്യുന്നത് September 23, 2013 കേട്ടോ. രണ്ട് ഡേറ്റും വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. September 23, 2013 ആൻഡ് ഓൾസോ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന December 31, 2013. കമ്മിറ്റി ടു പ്രപ്പോസ് മെഷേഴ്സ് ഫോർ അച്ചീവിങ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടാണ് ഈ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇൻക്രീസ്ഡ് ആക്സസ് ടു ഫിനാൻഷ്യൽ സർവീസസ് എല്ലാ തലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത്? ലോ ഇൻകം ഹൗസ് ഹോൾഡ്സിനെയാണ് അത് കൂടുതൽ ഉന്നം വയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നച്ചികേത് മോറിനെ ആലോചിക്കുക. December 31, 2013 ഫൈനൽ റിപ്പോർട്ട് വെച്ചു. September 23, 2013 അപ്പോയിൻറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വെൻ എ ബാങ്കർ റിസീവ്സ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ കസ്റ്റമർ ദെൻ ദ ബാങ്കർ ബിക്കംസ്. ബാങ്കർ നമ്മുടെ കയ്യിൽ നിന്ന്, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു. അപ്പോൾ ആരാണ് ബാങ്ക് ആവുക? അതൊരു ജനറൽ റിലേഷൻഷിപ്പാണ് അല്ലേ. സ്റ്റാർട്ടിങ് ആ റിലേഷൻഷിപ്പ് തന്നെ വെൻ എ ബാങ്കർ റിസീവ്സ് ഡെപ്പോസിറ്റ് ദ ബാങ്ക് എസെൻഷ്യലി ബോറോസ് ദാറ്റ് മണി ഫ്രം ദ കസ്റ്റമർ മേക്കിംഗ് ദ ബാങ്കർ ദ ഡെറ്റർ. അപ്പോൾ തന്നെ ബാങ്കർ ആരായി മാറുകയാണ്? ഡെറ്ററായി മാറുകയാണ്. അപ്പോൾ ബാങ്കർ ആരാവും എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ബാങ്കർ ആരാവും? ബാങ്കർ ഡെറ്ററാവും. കസ്റ്റമർ ആരാവും? ക്രെഡിറ്റർ ആവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത തന്നെ ഒരു ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പാണ്. ബാങ്കിങ്ങിലെ പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റലായ റിലേഷൻഷിപ്പാണ് ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ് ഇവിടെ പ്രസ്താവിച്ചിട്ടുള്ളത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ പേയിങ് ബാങ്കേഴ്സ് ക്യാൻ ഗെറ്റ് പ്രൊട്ടക്ഷൻ ഫോർ എ മെറ്റീരിയലി ഓൾട്ടേർഡ് ചെക്ക് പ്രൊവൈഡഡ്. അതായത് ഒരു മെറ്റീരിയലി ഓൾട്ടേർഡ് ചെക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ മെറ്റീരിയലി ഓൾട്ടേർഡ് ചെക്ക് പ്രൊവൈഡഡ് പേയിങ് ബാങ്കർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ഏത് സംഭവം ഏത് രീതിയിൽ കൊടുക്കുമ്പോഴാണ് പേയിങ് ബാങ്കർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പേയിങ് ബാങ്കർ അറിയാതെയാണ് കാശ് കൊടുക്കുന്നത്. സംഭവം ഒരു ആൾട്ടേർഡ് ചെക്കാണെന്ന് ആർക്ക് മനസ്സിലാവുന്നില്ല, പേയിങ് ബാങ്കർക്ക് മനസ്സിലാവുന്നില്ല. ആൾ ശരിക്കും ജെനുവിനായിട്ട് ഉത്തമ വിശ്വാസത്തോടു കൂടിയുള്ള പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ഉത്തമ വിശ്വാസത്തോടു കൂടിയുള്ള ചെക്കാണെന്ന് വിചാരിച്ച് പേയ്മെൻറ്റ് നടത്തുന്നു. അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ പേയിങ് ബാങ്കർക്ക് തീർച്ചയായിട്ടും സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ അവിടെ ലഭിക്കും. ഓക്കെ, അങ്ങനെ അതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ദ ഓൾട്ടറേഷൻ ഈസ് നോട്ട് അപ്പാരൻറ്റ്, അതായത് വിസിബിൾ അല്ല. ഓൾട്ടറേഷൻ നടത്തിയിട്ടുണ്ട് പക്ഷേ വിസിബിൾ അല്ല. ഹി മേക്സ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്, അതുകൊണ്ട് തന്നെ ആൾ ഉത്തമ വിശ്വാസം നല്ലതാണെന്ന് കരുതി പേയ്മെൻറ്റ് നടത്തി പേയിങ് ബാങ്കർ. ദ ഓൾട്ടറേഷൻ ഈസ് ഇമ്മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾട്ടറേഷൻ ഈസ് ഇമ്മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ലീഗൽ ക്യാരക്ടർ ഒന്നും മാറ്റിയിട്ടില്ല. ഓൾട്ടറേഷൻസ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ലീഗൽ ക്യാരക്ടേഴ്സ് ഒന്നും മാറിയിട്ടില്ല. അങ്ങനെയാണെങ്കിലും എന്താ അല്ല ഇത് കുഴപ്പമില്ല, കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ കൊടുത്തു. ബോത്ത് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ് കേട്ടോ. കാരണം ഓൾട്ടറേഷൻ ഈസ് നോട്ട് അപ്പാരൻ്റ് ആണ്, വിസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഹി മേക്സ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. അത് ഈ രണ്ട് റീസൺ ഉണ്ടെങ്കിൽ തന്നെ മെറ്റീരിയലി ഓൾട്ടേർഡ് ചെക്കിന് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ആർക്ക് കിട്ടും? പേയിങ് ബാങ്കർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇമ്മെറ്റീരിയൽ ഓൾട്ടറേഷൻ എന്താണെന്ന് വെച്ചാൽ എ ചേഞ്ച് ദാറ്റ് ഡസ് നോട്ട് ഓൾട്ടർ ലീഗൽ എഫക്റ്റ് അല്ലെങ്കിൽ റൈറ്റ്സോ ലയബിലിറ്റീസോ പാർട്ടീസിൽ ഇൻവോൾവ് ചെയ്തൊന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് അത് കുഴപ്പമില്ല, ഇമ്മെറ്റീരിയൽ ഓൾട്ടറേഷൻ പ്രശ്നമില്ല. സെക്ഷൻ 89 നമ്മുടെ NI ആക്ടിൻ്റെ സെക്ഷൻ 89 പറഞ്ഞിട്ടുണ്ട് പ്രൊട്ടക്ട്സ് ബാങ്ക്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഹൂ പേ പ്രോമിസറി നോട്ട്, അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെക്ക് ദാറ്റ് ഹാസ് ബീൻ മെറ്റീരിയലി ഓൾട്ടേർഡ് ചെയ്തു പക്ഷേ ഡസിൻറ്റ് അപ്പിയർ ഓൾട്ടേർഡ് ആണെന്ന് കാണപ്പെടുന്നില്ല. ഇഫ് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്, പേയ്മെൻറ്റ് നടത്തിയത് ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ്. അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഫേസ് വാല്യൂ ഉണ്ട്. ദ പേയർ ഈസ് ഡിസ്ചാർജ്ഡ് ഫ്രം ലയബിലിറ്റി. അതുകൊണ്ട് തന്നെ ഈ പേയറിനെ ആ ലയബിലിറ്റിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെടും എന്ന് സെക്ഷൻ 89 പറയുന്നുണ്ട്. ആൻഡ് ദ പേയ്മെൻറ്റ് കാൺ ബി ചാലഞ്ചഡ്, അതുകൊണ്ട് തന്നെ അത് ചാലഞ്ചഡ് ലേറ്റർ ബിക്കോസ് ദ ഹിഡൻ ഓൾട്ടറേഷൻ ആണല്ലോ. കാരണം ഒളിച്ചിരിക്കുന്ന ഓൾട്ടറേഷൻ കാരണമായതുകൊണ്ട് തന്നെ പേയർക്ക് അല്ലെങ്കിൽ പേയിങ് ബാങ്കർക്ക് എന്ത് ചെയ്യാം? ഡിസ്ചാർജ്ഡ് ഫ്രം ദിസ് ലയബിലിറ്റി എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ദ ഓൾട്ടറേഷൻ ഈസ് നോട്ട് അപ്പാരൻറ്റ്, ഹി മേക്സ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. ഈ രണ്ട് കേസസും എടുക്കാം. അതുകൊണ്ട് ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്? ഇന്ത്യയുടെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ കമ്മിറ്റി ചോദിച്ചു, പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ. അപ്പോൾ ആ ഭാഗമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരിക്കണം. ഡിഫറൻഷ്യേറ്റഡ് ബാങ്കിങ് എല്ലാം നിങ്ങൾ പഠിക്കണം കേട്ടോ. അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റീസ്, പിന്നെ ആദ്യത്തെ ഏതാണ്, എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫീച്ചേഴ്സ്, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ഫീച്ചേഴ്സ് ചോദിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എല്ലാം വിശദമായിട്ട്. നമ്മൾ പേയ്മെൻറ്റ് ബാങ്കിനെ നമ്മൾ പറഞ്ഞല്ലോ, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണണം കേട്ടോ. കണ്ടിട്ട് നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പം ഒറ്റ പേജല്ലേ വേണ്ടു ഇതിനൊക്കെ, ഒറ്റ A4 മതി. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നടുക്കൂടി വരച്ച് A4 മാക്സിമം നടുക്കൂടി വരച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു പോയിൻറ്റുകളായിട്ട് ധാരാളം പോയിൻറ്റുകൾ രണ്ട് സൈഡും ആകുമ്പോൾ തന്നെ 4 കോളം കിട്ടും. ആ 4 കോളം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം പോയിൻറ്റ് കവറപ്പ് ചെയ്യാൻ പറ്റും. ഒറ്റ പേജ് മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഏതാണ്? എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ് ഇന്ത്യയുടെ ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഭാരതി എയർടെൽ എന്ന് പറഞ്ഞിട്ടാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഡിഫറൻഷിയേറ്റഡ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബാങ്കിങ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു 2013 നച്ചിക്കത്ത് മോർ കമ്മിറ്റിയാണ് കേട്ടോ. നച്ചിക്കത്ത് മോർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൻ്റെ ഫലമായിട്ടാണ് ഡിഫറൻഷിയേറ്റഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞ ആശയം വരുന്നത്. അതിലൊന്നാണ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കമ്മിറ്റിയുടെ പേര് നിങ്ങൾ പഠിക്കണം. കമ്മിറ്റി ഓൺ കോംപ്രിഹെൻസീവ് ഫിനാൻഷ്യൽ സർവീസസ് ഫോർ സ്മോൾ ബിസിനസ്സസ് ആൻഡ് ലോ ഇൻകം ഹൗസ് ഹോൾഡ് എന്നാണ് നച്ചിക്കത്ത് മോർ കമ്മിറ്റിയുടെ ഫുൾ നെയിം. പിന്നെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കാണ് ഇപ്പോൾ ലാർജസ്റ്റ് കേട്ടോ. ഓൺലി വൺ പബ്ലിക് സെക്ടർ പേയ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. 2018 ലോഞ്ച് ചെയ്തു. ഡേറ്റ് ഒന്ന് പഠിച്ചോളൂ കേട്ടോ. September 1 പൈലറ്റ് പ്രൊജക്റ്റ് ആദ്യമേ വന്നിട്ടുണ്ട്. September 1, 2018 ലോഞ്ചിങ് ഡേറ്റ് വന്നിട്ടുള്ളത്. ഡൽഹിയിലാണെന്ത്
ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്ന കേട്ടോ. ഓക്കെ, സെപ്റ്റംബർ 1, 2018. അപ്പോൾ എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് തുടങ്ങിയത് 1/1/2017 1/1/2017 എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് തുടങ്ങിയത്. അതാണ് ഫസ്റ്റത്തെ. ഇപ്പോൾ ലാർജസ്റ്റ് ഏതാണ്? ലാർജസ്റ്റ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കാണ്, IPB ആണ് കേട്ടോ. പേയ്മെൻറ്റ് ബാങ്കുകൾ വേറെ നോയിഡ, അതായത് PayTM ഉണ്ട്, ഫിനോ ഉണ്ട്, NSDL ഉണ്ട്, ജിയോ ഉണ്ട്, കുറേ തരത്തിലുണ്ട്. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ലോഞ്ച് ചെയ്തത് സെപ്റ്റംബർ 1, 2018 ബൈ നരേന്ദ്രമോദിജിയാണ്. ഇറ്റ്സ് എ പേയ്മെൻറ്റ് ബാങ്ക് ദാറ്റ് എയിംസ് അറ്റ് മേക്കിംഗ് ബാങ്കിങ് സർവീസസ് അവൈലബിൾ അറ്റ് പീപ്പിൾസ് ഡോർ സ്റ്റെപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കേട്ടോ പേയ്മെൻറ്റ് ബാങ്ക്. അപ്പോൾ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപയാണ് മാക്സിമം ബാലൻസ് പെർ കസ്റ്റമർ. പഠിക്കണം കേട്ടോ, മാക്സിമം ബാലൻസ് എത്രയാണ്? 2 lakh പെർ കസ്റ്റമറാണ്. ദേ ആർ അലൗഡ് ടു ഇൻവെസ്റ്റ് ദ മണി റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സിൽ നിന്നും ഗവൺമെൻറ് സെക്യൂരിറ്റീസ് GSECലാണ് അവർ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അവർക്ക് റിസ്ക് ഫാക്ടർ ഇല്ല. പിന്നെ അവരെന്ത് ചെയ്യില്ല, NRI ഡെപ്പോസിറ്റ്സുകളും ഫിക്സഡ് ഡെപ്പോസിറ്റുകളും സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഫീച്ചേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വരാൻ സാധ്യതയുണ്ട്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധമില്ലാത്തതേത് അല്ലെങ്കിൽ ബന്ധമുള്ളതേത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആവും വരിക. മാക്സിമം ബാലൻസ് പെർ കസ്റ്റമർ 2 lakh ആണ്. ദേ ആർ അലൗഡ് ടു ഇൻവെസ്റ്റ് ദ മണി റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് ഓർ ഡെപ്പോസിറ്റ്സ് ഓൺലി ഇൻ ടു GSEC സെക്യൂരിറ്റീസ്, ദാറ്റ് ഈസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ദേ കനോട്ട് ആക്സെപ്റ്റ് NRI ഡെപ്പോസിറ്റ്സ്. അതുപോലെ ദേ കനോട്ട് ആക്സെപ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതുപോലെ തന്നെ ലോൺസ് ലെൻഡ് ചെയ്യില്ല, ലെൻഡ് ടു കസ്റ്റമേഴ്സ്. ദേ ക്യാൻ ഇൻവെസ്റ്റ് ഡെപ്പോസിറ്റേഴ്സ് മണി ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓൺലി. ദേ ആർ അലൗഡ് ടു സെൽ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, പെൻഷൻ പ്രോഡക്ട്സ്, ജനറൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് സർവീസസ് എല്ലാം ഉണ്ട്. ബ്രാഞ്ച് പ്രോഫിറ്റബിൾ ആക്കണ്ടേ അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫീച്ചറാണ് കാസ ഡെപ്പോസിറ്റുകൾ, അതായത് കറണ്ടും സേവിങ്ങും കേട്ടോ. ഇത് രണ്ടും എന്തുണ്ട്, ആക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ATM ഡെബിറ്റ് കാർഡ് കൊടുക്കാം, എന്നാൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കാൻ പറ്റില്ല. അതും ഇമ്പോർട്ടൻ്റ് ആയൊരു ഫീച്ചറാണ്, നോട്ട് ചെയ്യണം കേട്ടോ. എന്താണ്, ATM കാർഡ് കൊടുക്കും, ഡെബിറ്റ് കാർഡ് കൊടുക്കും, പക്ഷേ ക്രെഡിറ്റ് കാർഡ് കൊടുക്കില്ല കേട്ടോ. ATM കാർഡ് കൊടുക്കും, ക്രെഡിറ്റ് കാർഡ് കൊടുക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചേഴ്സ് ഉള്ളത് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ. ഫസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എയർടെലാണ്. 1/1/2017 ന്യൂഡൽഹി ആസ്ഥാനമായി വന്നു. ഇപ്പോഴുള്ള ലാർജസ്റ്റ് IPB, അത് വന്നത് സെപ്റ്റംബർ 1, 2018 ഡൽഹിയാണ് ആസ്ഥാനം. പിന്നെ മാക്സിമം ബാലൻസ് പെർ കസ്റ്റമർ 2 lakh ആണ്. NRI ഡെപ്പോസിറ്റ് സ്വീകരിക്കില്ല, ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്വീകരിക്കില്ല. പിന്നെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് എന്താണ്, അത്ര റിസ്ക് ഇല്ല, കാരണം ഗവൺമെൻറ് സെക്യൂരിറ്റീസിലാണ്, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ബാക്കി മ്യൂച്വൽ ഫണ്ട്സും ഇൻഷുറൻസും പ്രീമിയംസും പെൻഷൻ പ്രോഡക്ട്സും ജനറൽ യൂട്ടിലിറ്റി സർവീസസും എല്ലാം അവൈലബിൾ ആണ്. കാസ ഡെപ്പോസിറ്റ്സ് മാത്രമാണ് സ്വീകരിക്കുന്നത്. ഡെബിറ്റ് കാർഡും ATM കാർഡും കൊടുക്കും, എന്നാൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കില്ല. ഓക്കെ, അപ്പം അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇനി ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കണ്ട് നോട്ട് എഴുതുക കേട്ടോ. ഇൻ കേസ് ഓഫ് കളക്ഷൻ ഓഫ് ചെക്സ് ആൻഡ് ബിൽസ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ ബാങ്കേഴ്സ് വിത്ത് ദ കസ്റ്റമർ. നമ്മൾ പറഞ്ഞു കളക്ഷൻ ഓഫ് ചെക്ക്. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ചെക്ക് കളക്ട് ചെയ്യുന്നു, ബില്ലുകൾ അടയ്ക്കുന്നു അല്ലേ. അപ്പോൾ ബാങ്കറും കസ്റ്റമറും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാങ്കറും കസ്റ്റമറും ആണോ, കസ്റ്റമറും ബാങ്കറും ആണോ ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ തലതിരിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും. നമ്മൾ വെപ്രാളത്തിൽ നമ്മളങ്ങ് കയറിയിട്ട് എന്ത് ചെയ്യും, ബബിൾ ചെയ്യും കേട്ടോ. അപ്പോൾ നോക്കണം ഏത് റിലേഷൻഷിപ്പ് ആണെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ബാങ്ക് എന്താണ്, ഒരു ഏജൻ്റാണ്, കസ്റ്റമർ പ്രിൻസിപ്പളും ആണ് കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് ഏജൻ്റായിട്ട് ബാങ്ക് ബില്ലടക്കിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് ആസ് എൻ ഏജൻറ്റ് ആൻഡ് കസ്റ്റമർ ആസ് എ പ്രിൻസിപ്പൾ. സോ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ് വന്നിട്ടുള്ള ചെക്ക് ഹാസ് ബീൻ ഡെപ്പോസിറ്റഡ് ബൈ എ കസ്റ്റമർ വിത്ത് ഹിസ് ബാങ്ക് ഫോർ കളക്ഷൻ. ദ ബാങ്ക് അലൗസ് ഓവർ ഡ്രാഫ്റ്റ് അഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ദർ ഓഫ് ദ ബാങ്ക് ബിക്കംസ്. ബാങ്ക് ആരാവുന്നാണ് ചോദിച്ചത്. അതായത് ഒരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, എന്തിനു വേണ്ടിയിട്ട്, കസ്റ്റമർ കളക്ഷന് വേണ്ടിയിട്ട് ചെയ്തു. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അതായത് ഈ സെക്യൂരിറ്റി എഗെയിൻസ്റ്റ് ബാങ്ക് അലൗസ് ഓവർ ഡ്രാഫ്റ്റ് എഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ദർ ഓഫ്. ബാങ്ക് എന്ത് ചെയ്യാണ്, ഈ ഡെപ്പോസിറ്റർക്ക് അല്ലെങ്കിൽ ഈ കസ്റ്റമർക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കുകയാണ് കേട്ടോ. കാശ് അലൗ ചെയ്തു അല്ലെങ്കിൽ പിൻവലിച്ചു അല്ലേ. അങ്ങനെ അപ്പോൾ ബാങ്ക് ആരാണെന്നാണ് പറയുന്നത്, ബാങ്കാണ്. പിന്നെ ആ എമൗണ്ടിനുള്ള അവകാശി ആരാണ്, ബാങ്കാണ് അല്ലേ. അപ്പോൾ അവകാശിന്ന് പറയുന്ന പേരാണ് ഹോൾഡർ ഫോർ വാല്യൂ എന്ന് പറയും. പിന്നെയുള്ള വാല്യൂവിൻ്റെ അവകാശി ആരാണ്, ബാങ്കാണ്. അതായത് കളക്ടിങ് ബാങ്കർ ബിക്കംസ് ദ ഹോൾഡർ ഫോർ വാല്യൂ. കളക്ടിങ് ബാങ്കർ ആണ് പിന്നെ ഹോൾഡർ ഫോർ വാല്യൂ ആവും. ഇഫ് ഹി പേയ്സ് ദ വാല്യൂ ഓഫ് ദ ചെക്ക് ടു കസ്റ്റമർ ബിഫോർ ദ ചെക്ക് ഈസ് ആക്ച്വലി കളക്റ്റഡ്. അതായത് ചെക്ക് ഓൾറെഡി കളക്ഷന് പോയിട്ട്
ആവുന്നതിന് മുമ്പ് തന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ത് ചെയ്തു, ഓവർ ഡ്രാഫ്റ്റ് എഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റിക്ക് വേണ്ടി കൊടുത്തു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ദ കളക്ടിങ് ബാങ്കർ ഇനീഷ്യലി പേസ് ദ എമൗണ്ട് ടു കസ്റ്റമർ. കളക്ടിങ് ബാങ്ക് ആണ് കസ്റ്റമറായിട്ട് പോകുന്നത്. ദെൻ ഹീ പ്രസൻസ് ദ ചെക്ക് ഫോർ കളക്ഷൻ ടു ദ പേയിങ് ബാങ്കർ ആസ് ദോ ഹീ ഈസ് എ കസ്റ്റമർ അല്ലേ. പിന്നെ കിട്ടുന്ന എമൗണ്ട് ആർക്കുള്ളതാണ്, ഈ ഒരു ബാങ്കിനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൾഡർ ഫോർ വാല്യൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഹോൾഡർ ഫോർ വാല്യൂ എന്നാണ് പറയുന്നത്. ദ റിലേഷൻഷിപ്പ്, മൂന്നാമത്തേതാണ് നമ്മൾ റിലേഷൻഷിപ്പ് കാണുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ. ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള ജനറൽ റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രൈമർലി ദാറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നമുക്ക് അത് എടുക്കാം കേട്ടോ. ദാറ്റ് ഓഫ് എ ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ, ദാറ്റ് ഓഫ് എ ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ശരി തന്നെയാണ്. അപ്പോൾ വേണമെങ്കിൽ ബോത്ത് എ ആൻഡ് ബി എന്ന് വെച്ചാൽ ഏറ്റവും ഇവിടെ പ്രൈമർലി എന്ന വാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് പ്രൈമർലി ദാറ്റ് ഓഫ് ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ. അവരുടെ മേജർ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ളത് ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ്. അടുത്തത് വന്നിട്ട് ദ മോസ്റ്റ് അൺഡിസൈറബിൾ കസ്റ്റമർ ഈസ്. അൺഡിസൈറബിൾ കസ്റ്റമർ ആരാണെന്ന്, മോസ്റ്റ് ആണ്. മൈനറും ഈ പറഞ്ഞ പോലെ അത്ര ജെനുവിൻ ആയിട്ടുള്ളൊരു കസ്റ്റമർ അല്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും മൈനർ വലിയ കുഴപ്പമില്ല. മാരീഡ് വുമൺ എന്താ കുഴപ്പം. അൺരജിസ്റ്റേർഡ് ഫേം, ഏറ്റവും അൺഡിസൈറബിൾ ആയിട്ടുള്ളത് ആരാണ്, അൺഡിസ്ചാർജ്ഡ് ബാങ്ക്രപ്റ്റ് ആണ് കേട്ടോ. അതായത് ഇൻസോൾവൻ്റ് ആകാൻ പോകുന്ന ആൾ, പാപ്പരത്വം ആവാൻ പോകുന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവൻ്റ് ഓൾസോ അൺഡിസ്ചാർജ്ഡ് ബാങ്ക്രപ്റ്റ് ഈസ് എ പേഴ്സൺ ഓർ ബിസിനസ് ദാറ്റ് ഹാസ് ബീൻ ലീഗലി ഡിക്ലെയർഡ് ബാങ്ക്രപ്റ്റ് ബൈ എ കോർട്ട്. കോർട്ട് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്, പക്ഷേ ഹാസ് നോട്ട് യെറ്റ് ബീൻ റിലീസ് ചെയ്തിട്ടില്ല ആളുടെ ഫ്രം ദെയർ ഡെറ്റ് ഒബ്ലിഗേഷൻസിൽ നിന്നും. ലീഗലി ഡിക്ലെയർഡ് ആയി ബാങ്ക്രപ്റ്റ് കോർട്ട് പ്രകാരം, എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഡെറ്റ് ഒബ്ലിഗേഷൻസിൽ നിന്നും ഫോർമലായിട്ടുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് വഴി റിലീസ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനത്തെ ആളെയാണ് അൺഡിസ്ചാർജ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. അൺഡിസ്ചാർജ്ഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആളെ എന്ത് ചെയ്യും, ലീഗൽ പ്രൊസീഡിങ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളെ അതിൽ നിന്നും ഡെറ്റ് ഒബ്ലിഗേഷൻസ് നിന്നും ഫ്രീ ആക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അത് അൺഡിസൈറബിൾ കസ്റ്റമറാണ്. ആളുടെ കോർട്ട് ഒരാളെ വെക്കുകയാണ് ചെയ്യുക ആളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് ഓരോ സ്ഥാപനങ്ങളിൽ ഇപ്പം വലിയ വലിയ പൊളിറ്റിക്കൽ സീറ്റുകളിൽ മത്സരിക്കാൻ പാടില്ല, ഇലക്ഷന് മത്സരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഡയറക്ടർ ആവാൻ പാടില്ല. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ആവുന്ന ഈ ഒരു പാപ്പരാവാൻ പോകുന്ന ആൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആളുടെ എല്ലാ ഡെറ്റ് ഒബ്ലിഗേഷൻസ് നിന്നും ആളെ ഒഴിവാക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നിന്നും ആൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ആളൊരു അൺഡിസൈറബിൾ കസ്റ്റമറായി മാറുന്നത്. അടുത്തത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് സൗണ്ട് ലെൻഡിങ്. സൗണ്ട് ലെൻഡിങ്ങിന് ഒരുപാട് പ്രിൻസിപ്പിൾ ഉണ്ട്. സെക്യൂരിറ്റി, സേഫ്റ്റി, പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി. ഇതെല്ലാം എന്താണ്, സൗണ്ട് ലെൻഡിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് തന്നെയാണ്. എന്നിരുന്നാലും ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി, സുരക്ഷ തന്നെയാണ് അല്ലേ. ഏറ്റവും പ്രധാനമുള്ളത് അത് തന്നെയാണ്. സൗണ്ട് ലെൻഡിങ്ങിൽ സേഫ്റ്റി മീൻസ് ദ ബോറോവർ ഷുഡ് ബി ഏബിൾ ടു റീപേ ദ ലോൺ ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ടൈം അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് വിത്തൗട്ട് ഡീഫോൾട്ട്. Banks are trustee of public money. Banks' deposit are always payable on demand. Bank has to maintain trust of depositor forever. As such, the foremost principle of lending is to ensure safety of funds lent. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ഫണ്ടുകളുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. അതായത് സൗണ്ട് ലെൻഡിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്, സേഫ്റ്റി തന്നെയാണ്. പിന്നെ ബാക്കിയെല്ലാം ഫോളോ ചെയ്യണം. സേഫ്റ്റിയാണ് ഏറ്റവും കൂടുതൽ ഫോർമോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ബാങ്കിങ്ങിൽ, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1/2024 ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ നമുക്ക് ഓഡിറ്റിങ്ങിൻ്റെ 20 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ 20 ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് കുറച്ച് GK ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ കണ്ടതിന് താങ്ക് യു.